ഈശോയുടെ അരികിലേക്ക് ശതാധിപൻ കുറച്ച് യഹൂദ പ്രമാണികളെ അയച്ചു തൻ്റെ ഭൃത്തിനെ സുഖപ്പെടുത്താൻ ഈശോയോട് പറയാനായിട്ട്. അവരൊന്ന് ഈശോയോട് പറഞ്ഞു, നമുക്കൊക്കെ വേണ്ടിയിട്ട് സിനഗോഗൊക്കെ പണിയിച്ചെന്ന ആളാ, ഒന്ന് മൈൻഡ് ചെയ്യണം, ആ ഭൃത്തിനെ സുഖപ്പെടുത്തി കൊടുക്കണം. ഈശോ പറഞ്ഞു, ശരി, നമുക്ക് അങ്ങോട്ട് പോവാം. പോകുന്ന വഴിക്ക് ഈ ശതാധിപൻ ഭൃത്യന്മാരയച്ചു വേറെ. ഈശോയോട് എന്ത് പറയാനാണെന്നറിയാവോ? വരണ്ട, എൻ്റെ വീട്ടിലേക്ക് വരാൻ ഞാൻ യോഗ്യനല്ല, നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മതി എൻ്റെ ഭൃത്യം സുഖപ്പെട്ടോളൂന്ന്. എന്തൊരു വിശ്വാസമാണ് ആ ശതാധിപന്റെ! എങ്ങനെയും എൻ്റെ വീട്ടിൽ വന്ന് സുഖപ്പെടുത്താൻ പറയുന്നതിന് പകരം, നീ വീട്ടിലേക്ക് വരണ്ട, അതിനുള്ള യോഗ്യത എനിക്കില്ല, ഞാൻ അയോഗ്യനാണ്, നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മതി എൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടോളും. ഈശോ പറയുന്ന വചനം ശ്രദ്ധിക്കുന്ന നല്ലതാ. ഈശോ പറയുന്നുണ്ട് അവരോട്, എന്താ പറയുന്നറിയാവോ? എൻ്റെ പോലെ ഇസ്രായേൽ പുല്ലിൽ പോലും ഞാൻ ഇങ്ങനത്തെ വിശ്വാസം കണ്ടിട്ടില്ല. അത്ര ഫെയ്ത്ത് ആണല്ലോ ഈ ശതാധിപനെന്നാണ് ഈശോ പ്രതികരിച്ചത്. അവൻ്റെ ഭൃത്യന് സുഖപ്പെടുകയും ചെയ്തു. നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം, നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നമ്മൾ ക്രൈസ്തവരാണ്, നമ്മുടെ ഭയങ്കര സ്ട്രോങ് ഫെയ്ത്താണ്, ഞങ്ങളൊക്കെ തലമുറയായിട്ട് ക്രിസ്ത്യാനികളാണ്, ഞങ്ങളുടെ ഭയങ്കര ശക്തമായ വിശ്വാസം തെറ്റിദ്ധരിക്കേണ്ട. ചിലപ്പോൾ നമ്മളെക്കാളും സ്ട്രോങ് ഫെയ്ത്തുള്ള അക്രൈസ്തവരുണ്ട്, യേശുവിൽ വിശ്വസിക്കുന്നവർ. ഈശോ പറയുന്നു, ആ വിശ്വാസത്തിൻ്റെ ആഴം ക്രിസ്ത്യാനി എന്നുള്ള പേരോട് മാത്രം ആവില്ല, നിന്റെ ഉള്ളിരിപ്പ് എന്താണ്. അതുപോലെ തന്നെ ഞാൻ അയോഗ്യനാണെന്നുള്ള ആറ്റിറ്റ്യൂഡ്, ശതാധിപൻ്റെ മനോഭാവം നോക്കിയാൽ, കർത്താവേ നീ എൻ്റെ ഭവനത്തിൽ വരല്ലേ, അതിനുള്ള യോഗ്യത എനിക്കില്ല. നമ്മളൊക്കെ പെർഫെക്റ്റാന്ന് വിചാരിച്ച് നടക്കുന്ന എല്ലാവരും, നമ്മിലൊക്കെ ഒത്തിരി പോരായ്മകളുണ്ട്. നമ്മൾ അയോഗ്യരാണെന്ന് എളിമയോടെ ഏറ്റു പറയുമ്പോഴാണ് കർത്താവ് അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് വർഷിക്കുക കൂടുതലായിട്ട്.